ഭാരതം ന്യൂസിലൻഡ് 5ാം ട്വന്റി മത്സരം ഇന്ന് കാര്യവട്ടത്ത്. രാത്രി 7 മണി മുതലാണ് പോരാട്ടം. മോശം ഫോമിലാണെങ്കിലും സഞ്ജു സാംസൺ ഹോം ഗ്രൗണ്ടിൽ ശക്തമായി തിരിച്ചുവരവ് നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. പരമ്പര നേരത്തെ സ്വന്തമാക്കിയെങ്കിലും ലോകകപ്പിന് മുൻപ് അവസാന മത്സരം ജയിച്ച് ആത്മവിശ്വാസം കൂട്ടാമെന്ന പ്രതീക്ഷയിലാണ് സൂര്യകുമാർ യാദവും സംഘവും. വീരവുമായി കൃഷ്ണരാജ് ചേരുന്നു. കൃഷ്ണരാജ്, ഇപ്പോൾ നമുക്കറിയാം ഭാരതം ന്യൂസിലൻഡ് 5ാം T20 മത്സരമാണ് ഇന്ന് കാര്യവട്ടം നടക്കുന്നത്. എത്രത്തോളം ആവേശത്തിലാണ്? 4 മണി മുതലാണ് ആരാധകരെ വേദി സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കയറ്റിവിടും എന്നറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ വേദിക്കുള്ളിലേക്ക് ആരാധകരെ മുഴുവൻ കയറ്റി അയക്കുകയാണ്. നോക്കൂ, ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞവരാണ് നമ്മൾ കാണുന്നവരിൽ അധികം പേരും. അതിലേറെ പേരും സഞ്ജു സാംസന്റെ ജേഴ്സി ധരിച്ചവരാണ്. വിരാട്ടിൻ്റെയും സൂര്യകുമാർ യാദവിൻ്റെയും സഞ്ജുവിൻ്റെയും ഒക്കെ ജേഴ്സി ധരിച്ച ആയിരങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഇന്ന് 55,000 സീറ്റുകളും നിറഞ്ഞു കവിയും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ നേരത്തെ താരങ്ങളെ കാണുവാനായി, അവരുടെ പരിശീലനം കാണുവാനായി മറ്റും നേരത്തെ ടിക്കറ്റ് എടുത്തെത്തിയ മുഴുവൻ പേരെയും കയറ്റിവിടുന്നത്. വലിയ ആവേശത്തിലാണ് കാര്യവട്ടമാകെ. ഇത് 4 T20 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ശേഷമുള്ള വരവാണ്. ആദ്യ മത്സരം 8 വർഷങ്ങൾക്ക് മുൻപ് 2017 നവംബർ 7-നായിരുന്നു തിരുവനന്തപുരത്ത് ആദ്യ T20 മത്സരം നടന്നത്, ആദ്യ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം നടന്നത്. അന്നാകട്ടെ ന്യൂസിലാൻഡ് ആയിരുന്നു എതിരാളികൾ എന്നത് ആകസ്മികമായ ഒരു കാര്യമാണ്. നമുക്കൊപ്പോൾ ഒരു ഫാൻ ബോയ് ചേരുന്നുണ്ട്, സഞ്ജു ചേട്ടാ എന്ന് എഴുതി കാണിച്ചുകൊണ്ട്. ആരവ് ഘോഷ് എന്നാണ് പേര്, അല്ലേ മോനെ? ഇത് എന്തിട്ടാ വരച്ചത്? ഇത് ഒരു ഡ്രോയിങ് പെന്ന് വെച്ചാ വരച്ചത്. എവിടുന്നാ പറഞ്ഞത്? കോട്ടയത്ത് നിന്ന്. അപ്പൊ സഞ്ജുവിന്റെ കട്ട ഫാനാണോ? അതെ. എന്തുകൊണ്ട്? സഞ്ജു എന്നെ പണ്ട് തൊട്ട് അറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടം. സഞ്ജു ഫോം ഔട്ടാണ്. ഇന്ന് സെഞ്ചുറി അടിക്കും. എല്ലാവരുടെയും പ്രതീക്ഷ അതാണ്. സഞ്ജു ഏറ്റവും മികച്ച ഫോമിൽ കളിക്കണം എന്നതാണ് ഈ കുഞ്ഞാരാധകൻ കോട്ടയത്ത് നിന്ന് എത്തിയ ആരവ് ഘോഷ് അടക്കം. ആരവിൻ്റെ സമർപ്പണമാണിത്. ഒരുപക്ഷെ നമ്മൾ ടെലിവിഷൻ സ്ക്രീനിൽ കളി കാണുമ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഈ ചിത്രം നമ്മൾ ആവർത്തിച്ച് കാണും. കാരണം ഡ്രോയിങ് പെൻ കൊണ്ട് മനോഹരമായി സഞ്ജുവിനെ പകർത്തി വന്നിരിക്കുകയാണ് ആരവ് ഘോഷ്. ഒരു ആരാധകൻ്റെ സമർപ്പണമാണ്. പക്ഷേ സഞ്ജു ആദ്യ മത്സരത്തിൽ 10, രണ്ടാമത്തെ മത്സരത്തിൽ 6, മൂന്നാമത്തെ മത്സരത്തിൽ 0-ന് പുറത്താകുന്നു. 4ാമത്തെ മത്സരത്തിൽ 24 റൺസ് എടുത്ത് മികച്ച പ്രകടനം എന്ന് തോന്നിപ്പിച്ചു. നല്ല തുടക്കം കിട്ടിയെങ്കിൽ പോലും ഒരു സ്പിൻ ബോൾ ഡിഫൻഡ് ചെയ്യാനാകാതെ പുറത്താകുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ സ്വാഭാവികമായും സഞ്ജു ഫോം ഔട്ടിലാണ്. പക്ഷേ സഞ്ജു സ്വന്തം നാട്ടിൽ എങ്ങനെ കളിക്കും, എല്ലാ പന്തുകളും അടിച്ചു പറത്തണമെന്ന് സ്വയമേ പറയാറുള്ള ആളാണ് സഞ്ജു സാംസൺ. അപ്പോൾ സഞ്ജുവിൻ്റെ മികവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറ്റവും മികച്ചൊരു പ്രകടനം സഞ്ജുവിൽ നിന്നുണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുഴുവൻ ആരാധകരും. ഏതായാലും സഞ്ജുവിൻ്റെയും വിരാട് കോഹ്ലിയുടെയും സൂര്യയുടെയും കുപ്പായമിട്ട ആൾക്കാർ എല്ലാവരും മൈതാനത്തിലേക്ക് കളിയാവേശം ഏറ്റുവാങ്ങുവാനെ 3 മണിക്കൂർ അപ്പുറം ഇന്ന് ക്രിക്കറ്റ് ആവേശത്തിൻ്റെ നെറുകയിലേക്ക് കാര്യവട്ടത്ത് ആരാധകരെത്തുകയാണ്. തിരുവനന്തപുരം അനന്തപുരി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ആനന്ദപുരി എന്ന് കേട്ടിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് 5ാമത്തെ T20 മത്സരം നടക്കാൻ പോവുകയാണ്. 8 വർഷങ്ങൾക്ക് മുൻപ് 2017 നവംബർ 7-നായിരുന്നു ആദ്യ T20 മത്സരം. അന്ന് മഴയായിരുന്നു, രാവിലെ മുതൽ കനത്ത മഴയായിരുന്നു. ഇവിടേക്ക് എത്തിയ ആരാധകർ ഒരുപക്ഷെ ആദ്യ അന്താരാഷ്ട്ര മത്സരം കാണാനാകുമെന്ന് പ്രതീക്ഷിക്കാതെ മടങ്ങി. അന്ന് വിരാട് കോഹ്ലി മത്സരശേഷം പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ഓർമ്മിക്കുന്നു. ഇത്രയും ഹൈ സ്റ്റാൻഡേർഡുള്ള ഗാലറിയെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അന്ന് 8 ഓവർ മത്സരമായിരുന്നു. ഇന്ത്യ 67 റൺസ് മാത്രമാണ് അടിച്ചത്. പക്ഷേ ഭുവനേശ്വർ കുമാറിൻ്റെയും ബുംറയുടെയൊക്കെ മികച്ച ബൗളിംഗ് കരുത്തിൽ അവരെ 6 റൺസിന് പരാജയപ്പെടുത്തുന്ന മത്സരമായിരുന്നു. അതായത് ആരാധകർ എന്താണോ ആഗ്രഹിച്ചത് അത് കണ്ട മത്സരമായിരുന്നു 2017 നവംബർ 7-ന് നടന്നത്. അതിനുശേഷം 2019 വെസ്റ്റ് ഇൻഡീസിനെതിരെ, പക്ഷെ അന്ന് ഭാരതം പരാജയപ്പെട്ടു. എന്നാൽ അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ 2022 ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തുന്നു. 2022 ഓസ്ട്രേലിയ എന്ന ലോകോത്തര ടീമിനെ വലിയ സ്കോറിന് പരാജയപ്പെടുത്തുന്നു. അങ്ങനെ ഒരു കാര്യവട്ടം ഗ്രൗണ്ട് എന്നത് ഇന്ത്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗ്രൗണ്ടായി മാറുന്നു. ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ളൊരു മത്സരവേദിയായി മാറുന്നു. 2 ഏകദിന മത്സരങ്ങളും അന്താരാഷ്ട്ര മത്സരങ്ങളായി ഇവിടെ നടന്നിട്ടുണ്ട്. ഏതായാലും 5ാം T20 മത്സരം കളിക്കാനായി എത്തുകയാണ് ഭാരതം. ഏറ്റവും മികച്ച പ്രകടനം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് എപ്പോഴും കേൾക്കാനാകുന്നത് സഞ്ജുവിന് വേണ്ടിയുള്ള ആരവങ്ങൾ തന്നെയാണ്. ഏതായാലും ഒരു മികച്ച പ്രകടനം എല്ലാ താരങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇഷാൻ കിഷൻ കളിക്കുമോ എന്ന സംശയം ഇപ്പോഴുമുണ്ട്. പകരം ശ്രേയസ് അയ്യർ ഒരു പക്ഷേ ടീമിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അക്സർ പട്ടേലിനെ ഇന്ന് കളിപ്പിച്ചേക്കുമെന്ന് മനസ്സിലാക്കുന്നു. കാരണം 2 മത്സരങ്ങൾക്ക് മുൻപ് കൈവിരലിന് പരിക്കേറ്റ് പോയ ഒരു താരമാണ്. T20 ലോകകപ്പ് വരാനിരിക്കുമ്പോൾ അക്സറിനെ പോലൊരു ഓൾറൗണ്ടറെ മാറ്റി നിർത്തുക ശരിയാവില്ല. കാരണം അക്സർ ഒരു നിർണായക പങ്ക് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും വഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അക്സറിന് ഇന്ന് അവസരം കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്
ഏറ്റവും മികച്ച ഒരു പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ബുംറ ഇന്ന് കളിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏതായാലും ഇന്ത്യ മികച്ച 11 ഇറക്കും. സഞ്ജു കളിക്കുമെന്ന കാര്യത്തിലൊന്നും സംശയമില്ലായിരുന്നു. സ്വന്തം നാട്ടിൽ കളിക്കാനെത്തുമ്പോൾ ഇഷാന് പരിക്കിൻ്റെ നേരിയ സാധ്യതകളുള്ളത് കാരണത്താൽ കൂടി ഒരുപക്ഷെ സഞ്ജു ഇന്ന് ഓപ്പണറായി തന്നെ കളിക്കളത്തിലെത്തും, മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്ന ഉറപ്പിലുമാണ് ആരാധകരെല്ലാം. അമൽ. യെസ്, ക്രിക്കറ്റ് ആവേശത്തിലാണ് കാര്യവട്ടം. മോശം ഫോമിലാണെങ്കിലും സഞ്ജു സാംസൺ ഹോം ഗ്രൗണ്ടിൽ ശക്തമായി തിരിച്ചുവരവ് നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. പരമ്പര നേരത്തെ സ്വന്തമാക്കിയെങ്കിലും ലോകകപ്പിന് മുൻപ് അവസാന മത്സരം ജയിച്ച് ആത്മവിശ്വാസം കൂട്ടാമെന്ന പ്രതീക്ഷയിലാണ് സൂര്യകുമാർ യാദവും സംഘവും. കാര്യവട്ടത്തുനിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു കൃഷ്ണരാജ്.